ഇത് പാർട്ടി കോടതിയാണ്. പെണ്ണു പിടിച്ചാലും വൃത്തികേട് കാണിച്ചാലും സംരക്ഷിക്കും. കൊള്ളയ്ക്കും കൊലയ്ക്കും കൂട്ടുനിൽക്കും. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ അനുരാഗിനെതിരെയുള്ള പരാതി അതീവ ഗൗരവമുള്ളതാണ്. എന്നാൽ അയാൾക്കെതിരെ ഇപ്പോൾ നടപടി വേണ്ടെന്നാണ് SFIയുടെ തീരുമാനം. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ അനുരാഗിനെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് SFI ഫ്രാക്ഷൻ യോഗത്തിലെ തീരുമാനം. പരാതിക്കാരിയുമായി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇതിനിടെ വിഷയത്തിൽ ഇതുവരെയും CPM ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്ന് ചൂണ്ടിക്കാട്ടി SFI ഏരിയ കമ്മിറ്റി അംഗമായ വിദ്യാർത്ഥിനിയാണ് SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ അനുരാഗിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകിയത്. 2 ആഴ്ചക്കുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്നും വിദ്യാർത്ഥിനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏരിയ തലത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നീട് വിദ്യാർത്ഥിനിയോട് അനുരാഗ് മോശമായി സംസാരിച്ചതായാണ് വിവരം. ഇതേ തുടർന്ന് വിദ്യാർത്ഥിനി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇത് വകവയ്ക്കാതെ മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകി. എന്നാൽ 2 മാസത്തിലധികമായിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് CPM ജില്ലാ നേതൃത്വം SFI സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയതായാണ് വിവരം. ഫ്രാക്ഷൻ യോഗത്തിൽ അനുരാഗിനെതിരെ നടപടി വേണ്ടെന്ന തീരുമാനമാണ് എടുത്തത്. പരാതിക്കാരിയുമായി ഒത്തുതീർപ്പിന് ശ്രമം നടത്തുന്നതായും വിവരമുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്ന് പെൺകുട്ടിയുടെ മുന്നറിയിപ്പുള്ളതിനാൽ ഏത് രീതിയിലായിരിക്കും വിഷയത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും SFIയുടെ പ്രധാന നേതാവിനെതിരെ ഇത്തരത്തിൽ പരാതി ഉയരുന്നത് SFIയെയും CPMനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ ഇതുവരെയായും CPM ജില്ലാ നേതൃത്വം പ്രതികരിക്കാത്തതും ശ്രദ്ധേയമാണ്. News 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.